നമ്പർ 2 ഇഖ്ഫാ. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മണിക്കൽ, മണിച്ച് മറയ്ക്കൽ, മണിച്ച് മറയ്ക്കൽ. മണിച്ച് മറയ്ക്കൽ. എന്തിനാണ് മണിച്ച് മറയ്ക്കേണ്ടതെന്നറിയോ? എന്തിനാണ് നമ്മൾ മണിച്ച് മറയ്ക്കേണ്ടത്? സുക്കൂനുള്ള നൂനിനെയും തൻവീനെയാണ് മണിക്കേണ്ടത്, മണിച്ച് മറച്ച് വയ്ക്കേണ്ടത്. അത് ഞാൻ വിശദീകരിച്ച് പറയാം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ വരും. അപ്പോഴാദ്യം 28 അക്ഷരത്തിൽ ഒരു 6 അക്ഷരം ഞാൻ സാക്കിനായ നൂനെയും തൻവീനെയും വെളിവാക്കാൻ വേണ്ടി എടുത്തിരുന്നു. ഇനി ബാക്കി 22 അക്ഷരങ്ങളുണ്ട്. ഈ 5 നിയമത്തിലും കൂടെ 28 അക്ഷരത്തെ കഴിഞ്ഞെടുക്കുക. എല്ലാം സാക്കിനായ നൂനും തൻവീനെയും വെളിവാക്കാനും മണിക്കാനൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ ഈ 28 അക്ഷരത്തിൽ നിന്ന് 6 അക്ഷരം എടുത്ത് നൂനും തനും വെളിവാക്കി. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു 15 അക്ഷരമാണ്. ഇപ്പം തീരും കേട്ടോ. ഒരു 15 അക്ഷരം നൂനിനെ അതിൻ്റെ മുന്നിൽ ഇതുപോലെ സുക്കൂനുള്ള നൂനും സാക്കിനായ നൂനും തൻവീനും വന്നാൽ നമ്മൾ മണിക്കണം. മണിച്ച് നൂനെയും തൻവീനാണ് മണിച്ച് മറച്ച് വയ്ക്കേണ്ടത് കേട്ടോ. ആ അക്ഷരങ്ങൾ ഞാൻ എഴുതാം. 15 അക്ഷരങ്ങൾ. ത, സ, ജീം, ദാൽ, ദാൽ, സായ്, സീന്, ഷീന്, സ്വാദ്, ദ്വാദ്, തോ, ലോ, ഫ, കോഫ്, കാഫ്. 15 അക്ഷരങ്ങൾ. ഈ 15 അക്ഷരങ്ങൾക്ക് മുന്നിൽ സാക്കിന നൂനും തൻവീനും വന്ന നൂനെ തൻവീനെ മണിച്ച് മറയ്ക്കണം. അതിൻ്റെ നിയമം സാക്കിനായ നൂനും തൻവീനും ശേഷം ഈ 15 അക്ഷരങ്ങൾ വന്നാൽ ഈ അക്ഷരങ്ങൾ മറക്കാതെ വൈകാട്ടാക്കിക്കണമെങ്കിൽ നമുക്ക് മണിക്കാൻ ഒക്കൂ. ഈ 15 അക്ഷരങ്ങൾ വന്നാൽ നൂനിനെയും തൻവീനെയും മണിച്ച് മറയ്ക്കണം. നൂനിനെയും തൻവീനെയാണ് മറച്ച് മണിക്കേണ്ടത് കേട്ടോ. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ എഴുതിക്കോളി. തജിരി എന്താ സാക്കിന നൂന് ശേഷം താ വന്നു. നമ്മുടെ നിയമം എന്താണ്? ഈ 15 അക്ഷരങ്ങൾക്ക് മുമ്പ് നൂനോ തൻവീനോ വന്നാൽ മണിച്ച് മറയ്ക്കണം. നൂനാണ് മണിച്ച് മറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ മണിച്ച് കണ്ട മറയ്ക്കുന്നുണ്ട മൂളി കൊടുക്കണം. ഞാൻ മൂളാൻ എളുപ്പ വഴിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. തജിരി ഒന്ന് മൂളിക്കൂടെ നമുക്ക്? എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ മൂളുന്നുണ്ട്. ഈ പരിശുദ്ധ ഖുർആൻ ഒന്ന് നല്ല രീതിയിൽ തെറ്റില്ല പോകുന്നതിന് വേണ്ടി ഒന്ന് മൂളി കൊടുത്തൂടെ? ഞാൻ തമാശയ്ക്ക് പറയുന്നെങ്കിലും അത് കാര്യമാണ്. മണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എളുപ്പ വഴി പറഞ്ഞു തരാണ് കേട്ടോ. തജിരി അന്നേരം ഈ 15 അക്ഷരങ്ങൾക്ക് മുമ്പ് ഞാൻ നൂൻ തൻവീൻ വന്നാൽ ഇങ്ങനെ നമ്മൾ ഒന്ന് മണിച്ച് മറച്ചു കൊടുക്കണം. നൂനെയും തൻവീനിക്ക് വേണ്ടി എഴുതാം. എന്താ
തൻവീന് ശേഷം താ വന്നു. തൻവീന് ശേഷം താ വന്ന്. അപ്പോഴെന്താണ് നമ്മൾ മണിച്ച് മറയ്ക്കണം? ഏതിനെ മണിച്ച് മറയ്ക്കേണ്ടത്? തൻവീന്. അത് നമ്മളെങ്ങനെ ഉച്ചരിക്കണം? ജന്നത്തിൻ തജിരി. ഞാൻ ഇപ്പം ജന്ന പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മണിച്ചില്ലേ നൂനിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നൂനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂന് ഷെദ് വന്ന 2 അക്ഷരമാണ്. അത് മാത്രമല്ല അതിനെ നമ്മൾ ഒന്ന് മണിക്കുകയും കൂടെ വേണം. അതാണ് നൂനിൻ്റെ മീമിൻ്റെയും പ്രത്യേകത. മണിച്ച് ഇന്നാന്ന് തന്നെ പറയണം. അതുപോലെ ഖുർആൻ എവിടെ ഇങ്ങനെ കണ്ടാലും നമ്മൾ ഇന്ന അങ്ങനെ തന്നെ പറയണം. അതുപോലെ ജന്നത്തിൻ തജിരി കണ്ട തിൻ തജിരി മൂളി കൊടുക്കണം. അതാണ് മണിക്കുന്നെന്ന് പറയുന്നത്. ഓക്കെ, അതിലിങ്ങനെ ഒരുപാട് ഇങ്ങനെ അജിരിങ്കരീം ദക്ക അങ്ങനെ ഒരുപാട് ഇങ്ങനെ അതിൻ്റെ നിയമങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഖുർആൻ 30 ജുസു ഉണ്ടല്ലോ, 28 അക്ഷരങ്ങളല്ലേ ഉള്ളൂ. അതിൻ്റെ മുന്നിലല്ലേ നൂനും സാക്കിന നൂനും തൻവീനും വരുന്നത്. അന്നേരം ഈസി അല്ലേ മനസ്സിലാക്കാൻ. അതുപോലെ കബിൽ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഉദാഹരണം എല്ലാം ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ മുസഹഫ് കണ്ട് എഴുതിയെടുത്തോ. ഈ 15 അക്ഷരങ്ങൾക്ക് മുമ്പിലും സാക്കിന നൂനും തൻവീനും ഉദാഹരണങ്ങൾ എഴുതി എടുത്തോണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവുകയാണ് ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ ഒരു നിയമം.